ഒറ്റപ്പാലം ചോറോട്ടൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരന് ബസ് ജീവനക്കാരുടെയും സഹയാത്രികന്റെയും അവസരോചിത ഇടപെടലിൽ പുതുജീവൻ. തൃക്കങ്കോട് ചോറോട്ടൂർ സ്വദേശി 70-കാരനായ കുഞ്ഞനാണ് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 11:20ഓടെയായിരുന്നു നാടിനെ മുൾമുനയിൽ നിർത്തിയ സംഭവം നടന്നത്. ചോറോട്ടൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരികയായിരുന്ന മടത്തിൽ ബസ്സിൽ വെച്ചാണ് കുഞ്ഞന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ബസ് യാത്ര തുടങ്ങി അല്പദൂരം പിന്നിട്ടതോടെ സഹയാത്രികനോട് സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം തൊട്ടടുത്ത സീറ്റിലിരുന്ന മറ്റൊരു യാത്രക്കാരനായ രാമകൃഷ്ണൻ ഉടൻ ഇടപെടുകയും ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞന് CPR നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. ഹൃദയമിടിപ്പ് നിലച്ചു പോകാതെ കാത്ത ഈ പ്രവർത്തനം രോഗിയുടെ ജീവൻ നിലനിർത്തുന്നതിൽ നിർണായകമായി. യാത്രക്കാരൻ കുഴഞ്ഞു വീണ വിവരമറിഞ്ഞ ഉടൻ ബസ് ഡ്രൈവർ വാണിയംകുളം പനിയൂർ സ്വദേശി സുനിൽകുമാറും കണ്ടക്ടർ കോതയൂർ സ്വദേശി രതീഷും ഒട്ടും വൈകാതെ ബസ് ആശുപത്രിയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. വഴിയിലുണ്ടായിരുന്ന 9ഓളം സ്റ്റോപ്പുകൾ ഒഴിവാക്കി ബസ് നേരെ കണ്ണീമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ച ഉടൻ തന്നെ കുഞ്ഞനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ നൽകി. കൃത്യസമയത്ത് CPR നൽകിയതും ഒട്ടും വൈകാതെ ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞതുമാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്ന കുഞ്ഞന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. വാണിയംകുളം പാവുക്കോണം സ്വദേശി ബൽറാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മടത്തിൽ ബസ്. പ്രകാശ് തീപ്പെട്ടി കമ്പനിയുടെ അവിടെ വെച്ചിട്ട് ഒരാൾക്ക് വയ്യാണ്ടായി, കുഴഞ്ഞു, വണ്ടിയിൽ കുഴഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊടുക്കും. വഴിയിൽ നിന്ന് നാളെടുക്കാൻ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. അതെ, ഹോസ്പിറ്റലിൽ കൊടുക്കും. For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ.